പ്രിയദർശിനി പദ്ധതി നടപ്പായതോടെ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന തൊഴിലാളി വാഹനങ്ങളിലുണ്ടാകുന്ന തുടർച്ചയായ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. തമിഴ് തോട്ടം തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ഇടനിലക്കാരുടെ നടപടികൾക്കും തടയിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. കട്ടപ്പന, കുമളി, നെടുങ്കണ്ടം തുടങ്ങിയിടങ്ങളിൽ നിന്നുമുള്ള സൗജന്യ യാത്രാ ബസ്സുകളുടെ പ്രയോജനം തമിഴ് തൊഴിലാളികളും ഉപയോഗപ്പെടുത്തി തുടങ്ങി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. ഇടുക്കിയിൽ നിന്നും 12ഓളം സർവീസുകളാണ് KSRTC തമിഴ്നാട്ടിലേക്ക് നടത്തുന്നത്. ഇതിൽ 10 സർവീസും ഓർഡിനറിയാണ്. ഇതിനാൽ തന്നെ രാവിലെയും വൈകിട്ടുമുള്ള സർവീസുകളുടെ പ്രയോജനം തോട്ടം തൊഴിലാളികൾക്ക് ഉപയോഗപ്പെടും. കൃത്യസമയത്ത് തോട്ടങ്ങളിലെത്തുവാൻ തൊഴിലാളി വാഹനങ്ങൾ മരണപ്പാച്ചിൽ നടത്തുന്നത് ഹൈറേഞ്ചിലെ സ്ഥിരം കാഴ്ചയായിരുന്നു. ഇതിനും തടയിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പുതിയതായിട്ട് അധികാരമേറ്റ UDF ഗവൺമെൻറ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ മുഖ്യമായ ഇന്ദിരാഗാന്ധി പ്രകാരം സൗജന്യ യാത്ര ഇന്ന് കേരളത്തിന് ജനകീയ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ടിക്കറ്റ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഉടുമ്പൻചോല താലൂക്കിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏലം ഉൽപ്പാദനത്തിൻ്റെ 85% ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ താലൂക്കിലെ ഇതിൻ്റെ തൊഴിലാളികൾ കൂടുതലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് എത്തുന്നത്. കേവലം തുച്ഛമായ ശമ്പളത്തിൽ ആ ശമ്പളത്തിൻ്റെ 30% വണ്ടിക്കൂലി കൊടുത്ത് വരുന്ന തൊഴിലാളിയാണ് ഇവിടെ. ഈ പദ്ധതി കൊണ്ട് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഉടുമ്പൻചോല താലൂക്കിനും ഉടുമ്പൻചോലയിലെ ഏലകൃഷിക്കും ഗുണകരമാകുമെന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ തന്നെ വ്യക്തമാണ്. അതായത് അവിടുന്ന് കൃത്യസമയത്ത് രാവിലെ തന്നെ നമുക്ക് നമ്മുടെ നെടുങ്കണ്ടം KSRTC ഇപ്പോൾ നിന്ന് 4 ബസ്സുള്ളത് 2 തമിഴ്നാട് സർവീസാണ്. വെളുപ്പിന് 4 മുതൽ ആരംഭിക്കുന്ന ഈ സർവീസുകളിൽ നമുക്ക് തൊഴിലാളികൾ എത്തിയാൽ അവർക്ക് സൗജന്യമായി യാത്ര ചെയ്ത് ഇവിടെ വന്ന് തൊഴിൽ ചെയ്ത് അവർ നിലവിൽ തൊഴിൽ ചെയ്തത് കിട്ടുന്നതിൽ അവരുടെ ശമ്പളത്തിൽ നിന്നും വണ്ടിക്കൂലിക്കായി മുടക്കുന്ന തുക അവർക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇവിടെ ജോലി ചെയ്യുന്ന തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്ത് ഇപ്പം നമ്മൾ ഈ നെടുങ്കണ്ടത്തു നിന്നും നമ്മളിപ്പോൾ സംസാരിക്കുന്ന നെടുങ്കണ്ടത്തു നിന്ന് കട്ടപ്പന ഉൾപ്പെടെ തൊടുപുഴ ഉൾപ്പെടെ പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവരുടെ ശമ്പളത്തിൽ കേവലം 10,000 രൂപ താഴെ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏറെ ഗുണകരമാണ്. അപ്പോൾ കേരളത്തെ UDF ഗവൺമെൻറ് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്ന് നടപ്പിലാക്കുകയാണ്. ആദ്യഘട്ടം നിലയാണ് ഓർഡിനറി ബസ്സിൽ ഇത് നടപ്പിലാക്കുന്നത്. മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കും. അത് തുടക്കം എന്ന നിലയിൽ മാത്രമാണ് ഓർഡിനറി എന്ന ഒരു മാനദണ്ഡം വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇടനിലക്കാരുടെ ഇടപെടലിന് തടയിടുവാനാകും. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പരീക്ഷണമാണ് സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര അനുവദിച്ചത്. അത് എത്രത്തോളം വിജയകരമാകും, സർക്കാരിന് എത്രത്തോളം ബാധ്യത ഉണ്ടാകും എന്നൊക്കെ നോക്കിയതിന് ശേഷം കൂടുതൽ ഇപ്പോൾ നമുക്ക് ഓർഡിനറി ബസ്സുകളിലാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ഫാസ്റ്റ് പാസഞ്ചറിലേക്കും എക്സ്പ്രസിലേക്കും ഒക്കെ മാറി സ്ത്രീകളാണല്ലോ ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരാണ് ജോലി ചെയ്യാനൊക്കെ ആയിട്ട് പോകുന്നു. ഒക്കെ അവർക്ക് ഒരു മിച്ചം പിടിക്കാൻ പറ്റുന്ന വണ്ടിക്കൂലി എന്ന നിലയ്ക്ക് ആ പൈസ മിച്ചം. ഇപ്പൊ കമ്പംമെട്ടിന് 38 രൂപയാണ് നിരക്കുണ്ടോ. കമ്പംമെട്ടിന് ജോലി ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊരു 38 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ആകുമ്പോൾ 80 രൂപ അടുത്ത് മിച്ചം പിടിക്കാൻ പറ്റും. സ്ത്രീ തൊഴിലാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുപ്രധാന ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ജീപ്പേൽ വരുന്ന ആളുകൾക്ക് കുത്തി നിറച്ചുകൊണ്ട് ജീപ്പേൽ ആളെ കൊണ്ടുവരുന്നോണ്ടിരുന്നതാണ്. അവർക്ക് ഡ്രൈവർമാർക്ക് അടക്കം ഇതിന്റെ കങ്ങാടിമാർക്ക് അടക്കം കമ്മീഷൻ കൊടുത്തുകൊണ്ടാണ് അവർ വന്നുകൊണ്ടിരുന്നത്. ഇനി അതിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ് തമിഴ്നാട്ടിലെ സ്ത്രീ തൊഴിലാളികൾക്ക്. ഇത് ഓർഡിനറി ബസ്സാണ്. 2 കമ്പം വണ്ടിയും ഓർഡിനറി ബസ്സാണ്. നമ്മുടെ 3 സർവീസാണ് ഇവിടെ നടന്നത്. 3 ഓർഡിനറി ബസ്സാണ്. ആ 3 വണ്ടിയിലും തൊഴിലാളികൾക്ക് വന്ന് പോകാൻ പറ്റുന്നതാണ്. അവർക്ക് ഒരു ദിവസം 200 രൂപ ലാഭം ഉണ്ടാകുന്ന 200 അല്ല ഇടനിലക്കാർ കൊണ്ടുവന്ന പൈസ കൂടാതെ ഒരു 300 രൂപയുടെ വ്യത്യാസം അവർക്ക് ഒരു ദിവസം ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഒരു മാസം കുറഞ്ഞ ഒരു 10,000 രൂപ അല്ലെ 2,000 രൂപയുടെ വ്യത്യാസം ഒരു തമിഴ് കുടുംബത്തിലടക്കം ഉണ്ടാകും എന്നുള്ളത് ഏറ്റവും വലിയൊരു വിപ്ലവകരമായൊരു തീരുമാനമാണ് ഈ സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ തമിഴ് തോട്ടം തൊഴിലാളികളും പ്രിയദർശിനി സർവീസ് ഏറ്റെടുത്തു കഴിഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.